ഇൻഫ്ലുവൻസറും നടനുമായ അഖിൽ എന്നാറയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളുമാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. അഖിലും ഭാര്യയും വേർപിരിഞ്ഞെന്ന ആ ബന്ധം പിരിയാനുണ്ടായ സാഹചര്യവുമാണ് ആളുകളുടെ പ്രധാന ചർച്ചാ വിഷയം. ഈ ചർച്ചകളിൽ സത്യമുണ്ടെന്നാണ് അഖിലിന്റെ സുഹൃത്തും മുൻ ബിഗ് ബോസ് താരവുമായ സായി കൃഷ്ണ പറയുന്നത്. ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ ഈ വാർത്ത തന്നെ ഞെട്ടിച്ചുവെന്നും ഈ കാര്യം നേരിട്ട് സംസാരിച്ചപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നായിരുന്നു അഖിലിന്റെ പ്രതികരണമെന്നും സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. അഖിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞതു കഴിഞ്ഞു എന്നാണ്. എൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനൊരു പ്രൊഫൈലാണ് എൻ്റേത്. വീഡിയോ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി, വീഡിയോ ചെയ്തേ തീരൂ, അത് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലിന്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് ആരുടെയും പേര് പറയാതൊരു പോസ്റ്റായിരുന്നു. അത് കണ്ട സമയത്ത് ആരെക്കുറിച്ചാണെന്നും ഒരു ഐഡിയയുമില്ലായിരുന്നു. പക്ഷേ കമന്റ് ബോക്സ് അഖിലിന്റെ പേര് പലരും പറയുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അഖിലിന്റെ അടുത്തു നിന്നും ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു. അവർക്കൊക്കെ ഇത് ആഘോഷമായിരുന്നു. വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് വരാൻ മടിയുള്ള ക്യാരക്ടറാണ് അഖിൽ എന്നാർഡി. അവൻ അത്ര ലൗഡല്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെപ്പോലെ എല്ലാം തുറന്നു പറയണമെന്നില്ല. അതുപോലുള്ള ഒരു മനുഷ്യന് ഇത്തരം കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് നമുക്കറിയാമല്ലോ. CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്തു പുറത്തുവിടുന്നു. അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അഖിൽ എന്നാർഡിക്ക് എന്തോ പ്രശ്നമുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച. പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അഖിലിന് വേറെ കുറച്ച് ബന്ധങ്ങളുണ്ടെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നു. ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും കമന്റുകൾ വരുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. ആ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരാണ്, യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ അഖിലിനെ വിളിച്ചു ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ അവനോട് ബഹുമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷേ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് അതാവും ശരിയായി തോന്നിയത്. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോകുക. ഇതാണ് അഖിൽ എന്നോട് പറഞ്ഞത്. അടുത്തത് നാളെ ഈ കുട്ടി വരും, അവരുടെ ഒരു ഭാഗം പറയും. അപ്പോൾ അത് വീണ്ടും ചർച്ചയാവും. ആ കുട്ടി എന്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. സായി കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെ.